കമലഹാസൻ നെഗിനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 237ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് കമലഹാസന്റെ രാജ് കമൽ ഫിലിംസ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് രാജ് കമൽ ഫിലിംസിനൊപ്പം തന്നെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും കൂടെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ സലാർ, KGF കൂടാതെ RDX പോലുള്ള ചിത്രങ്ങളിലൊക്കെ ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള അൻബാർ ആയിരിക്കും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസ് നടത്തി പരാജയം നേരിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രണം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. രണ്ടാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു രണ്ടാം ഭാഗത്തിൽ പൃഥ്വിരാജൊക്കെ വലിയ രീതിയിൽ എക്സൈറ്റഡ് ഒക്കെ ആണെന്നാണ് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. RDX എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള നഹാസ് ഹിദായത്ത് ഏറ്റവും പുതിയ ദുൽഖറിന് വേണ്ടി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന മെയ് 3 മുതൽ, അതായത് നാളെ മുതൽ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇന്നലെ ആന്റണി വർഗീസിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പോൾ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത് തമിഴ് താരമായിട്ടുള്ള മിസ്കിന്റെ ആണ്. മിസ്കിനും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്ന് ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഓരോ കാസ്റ്റ് അപ്ഡേറ്റിലൂടെ തന്നെ ഇപ്പോഴും ചിത്രത്തിൽ നല്ല രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ സാധിക്കുന്നുണ്ട്. കമലഹാസന്റെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയുള്ള ചിത്രമായിരുന്നു വിക്രം എന്ന ചിത്രം. വിക്രം എന്ന ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകാൻ വേണ്ടി വലിയൊരു കാരണമായിട്ടുള്ള ഒരു ആക്ടറായിരുന്നു സൂര്യ. ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള റോളക്സ് എന്ന ക്യാരക്ടർ വലിയ രീതിയിൽ തന്നെ താരംഗമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ലോകേഷ് കനകരാജ് ഒരു കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു റോളക്സ് എന്ന ക്യാരക്ടറിനെ വെച്ചൊരു സ്റ്റാൻഡ് ലോൺ ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രം എന്ന് വരുമെന്ന്. ലോകേഷ് തന്നെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, പുള്ളി ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പോകുന്നത് കൈദിയുടെ രണ്ടാം ഭാഗമാണ്. പുള്ളിയുടെ പ്രൊജക്റ്റുമായിട്ട് നല്ല രീതിയിൽ തിരക്കാണ്. സൂര്യ ആയാലും പുള്ളിയുടെ പ്രൊജക്റ്റുമായിട്ട് നല്ല രീതിയിൽ തിരക്കാണ്. ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം റോളക്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രം ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ കരിയറിൽ തന്നെ വലിയൊരു വിജയമായിട്ടുള്ള ചിത്രമായിരുന്നു വാരണായിരം എന്ന ചിത്രം. ആ ഒരു ചിത്രത്തിന്റെയൊക്കെ സംവിധാനത്തിലുള്ള ഗൗതം വാസുദേവ് മേനോൻ ഏറ്റവും പുതിയതായി സന്താനത്തെ ഹീറോ ആക്കിയ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊരു കോമഡി ജോണറിൽ ഉൾപ്പെടുന്ന ചിത്രമായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ദിലീപയുടെ നായകനെ വരുന്ന മെയ് 9 തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയൊരു ഒഫീഷ്യൽ ടീസർ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ടീസറിലൂടെ ഒക്കെ തന്നെ ചിത്രത്തിന്റെ കഥ ഏത് രീതിയിലാണ് പറഞ്ഞു പോകുന്നതിനുള്ള ഒരു ഹിന്റും ചിത്രത്തിന്റെ ടീമായാലും തരുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ചിത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ പോസ്റ്റേഴ്സ് ആണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു റെട്രോ എന്ന ചിത്രം. കാർത്തിക് സുബ്രാജ് പടമൊക്കെ ആയതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. ചിത്രം വേലുമായിട്ട് ഫസ്റ്റ് ഡേ കളക്ഷനെ ഏകദേശം 46 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം തന്നെയായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 2.5 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടി സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടുന്ന ചിത്രം എന്ന ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താനിരിക്കുന്ന മറ്റൊരു വലിയ ചിത്രമാണ് വാടിവാസൻ എന്ന വെട്രിമാരൻ ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയാലും ഈ ഒരു വർഷം തന്നെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ സൂര്യ തന്നെയായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടെയാണ്. ഒരു നോവലിന്റെ ബേസിലാണ് ഈ ഒരു ചിത്രമായാലും ഒരുക്കുന്നത്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു തുടരും എന്ന ചിത്രം. ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ മുതൽ വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് കളക്ഷനെ ഏകദേശം 118 കോടി രൂപയുടെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. വളരെ മികച്ച കളക്ഷനിലോടാണ് ഇപ്പോഴും ചിത്രം തിയേറ്ററിൽ തന്നെ പിന്നിടുന്നത്. മലയാളത്തിൽ ഒരു പുതുമയോടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആട് ഒരു ഭീകര ജീവിയാണെന്ന ചിത്രം. അന്ന് ഒരു പുതുമ എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് രണ്ടാം ഭാഗം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ സമയത്ത് പല സ്ഥലത്തും തിയേറ്ററിൽ റിലീസൊക്കെ എത്താതിരിക്കാനുള്ള ചാൻസ്, കാരണം സ്ക്രീനൊന്നും കിട്ടാതായിരുന്നു. കാരണം അന്നൊക്കെ ഫസ്റ്റ് പാർട്ട് പരാജയപ്പെട്ട പിന്നെ സെക്കൻഡ് പാർട്ടിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല, അല്ലെങ്കിൽ ആരും തിയേറ്ററുകാരായാലും എടുക്കാൻ വലിയ രീതിയിലുള്ള മടി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ലിമിറ്റഡ് സ്ക്രീനിലൊക്കെ അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തി 2-3 ദിവസം ആളില്ലാതൊക്കെ ഓടി. പിന്നീട് മൗത്ത് പബ്ലിസിറ്റി വഴി ചിത്രം അന്ന് വലിയൊരു ഹ്യൂജ് ഹിറ്റ് തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു ആട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം. പിന്നീട് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് എന്ന് വരുമെന്നൊക്കെ. പിന്നീട് ചിത്രത്തിന്റെ ടീം തന്നെ ആട് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉടനെ തന്നെ വരുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു ജോണർ ഷിഫ്റ്റ് ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ മ്യൂസിക് വർക്കുകളും കൂടാതെ തന്നെ പുതിയ സ്കോർസിന്റെ വർക്കുകളൊക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ ടീം അതിൽ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പലവരുടെ ഒരു ഫേവറേറ്റ് ചിത്രമാണ് ഫഹദിന്റെ പാച്ചും അത്ഭുത വിളക്കെന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ സമയത്തുള്ള അഖിൽ സത്യൻ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് നിവിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കാൻ പോകുന്നത് കൊച്ചിയിൽ വെച്ചാണ്. ഈ ഒരു ചിത്രത്തിന്റെ ജോണറായി വരുന്നത് ഒരു ഇമോഷണൽ റൊമാൻറ്റിക്കൽ ചിത്രമാണ്. അതിനൊപ്പം തന്നെ കോമഡി ഫാന്റസി ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട്
ചെയ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ തന്നെ. ഉടനെ അജു വർഗീസ് ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എന്റർടൈനർ ഒക്കെ ആയിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ പ്രഭാകർ ആയിരിക്കും എന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ട് ഇതിലായിട്ട് ഒരു ഒഫീഷ്യൽ ലോക്ക് ആയിട്ടില്ല, ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീം ഉടനെ തന്നെ പുറത്തുവിടുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.